ഇന്ന് നമ്മൾ വെണ്ട കൃഷിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് വെണ്ട. പിന്നെ തുടക്കക്കാർക്കായുള്ള ആളുകൾക്കൊക്കെ വെണ്ട കൃഷി ചെയ്യുമ്പോൾ നല്ല സന്തോഷം കിട്ടും. കാരണം എന്താണെന്നറിയോ, വെണ്ട കുഴിച്ചിട്ട് കുറച്ച് കാലത്തിൻ്റെ ഉള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് തന്നെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ വെണ്ട കൃഷി ചെയ്യണം. ഈ വെണ്ടയ്ക്ക് കാര്യമായിട്ട് പരിചരണമൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി വിളവെടുക്കാൻ സാധിക്കും. നമ്മുടെ വെണ്ട കൃഷിക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ബക്കറ്റിലോ ഗ്രോ ബാഗിലോ സിമെന്റ് ചാക്കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നല്ല വിളവും കിട്ടും. നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം നഷ്ടപ്പെടാതെ അതിലുണ്ടാവുകയും ചെയ്യും. വിത്ത് ഭാവി പറിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. നടുമ്പുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് എങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടെങ്കിലും 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് മുളച്ച് വരും. പിന്നെ അത് മുളച്ച് വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ വളങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 കിലോ പരുവൊക്കെ ആകുമ്പോൾ ഒന്ന് കടകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുള്ള വളർച്ച ആവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുകൾക്കൊന്നും അത് വളം വലിച്ചെടുക്കാനുള്ള ഒരു സമയമായിട്ടില്ലാത്തതുകൊണ്ട്. ഇതിനിപ്പോൾ ഒരു 4-5 ഇലകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വളം കൊടുത്തു തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് 1-2 പിടി കൂടിയാലും നമ്മുടെ ചെടിക്ക് ഒരു കേടും വരികയില്ല. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കടയിലുള്ള കളകൾ പറിച്ചു മാറ്റാനും മറക്കരുത്. ഇതേപോലെ വളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കാണിച്ചില്ല അത് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും. പിന്നെ അത് നന്നായി വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അതിന് കിട്ടും. ഇപ്പൊ ഇതിന് മൊട്ടും പൂവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അടുത്ത വളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേപ്പും പിണ്ണാക്കാണ്. ഈ പ്രായത്തിലാണ് കൂടുതൽ അതിന് കീടങ്ങൾ ബാധിക്കാനുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ വേപ്പും പിണ്ണാക്ക് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇതുപോലെ കായ്കളൊക്കെ ആയി വരുമ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജൈവ സ്ലറി കൊടുക്കുകയാണെങ്കിൽ വെള്ളമായി വളമായി. നമ്മുടെ ചുവന്ന വെണ്ടയ്ക്കൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. കുറച്ചൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വിളവെടുക്കുകയാണെന്ന്. ചില ആളുകൾ പറയാറുണ്ട് വെണ്ട കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൂവും കായായി വന്നിട്ട് വലുതാകുമ്പോഴേക്കും അത് നശിച്ചു പോവുകയാണെന്ന്. അത് നമ്മൾ ശരിയായ സമയത്ത് വളം ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിന് വേണ്ട പരിചരണം കൊടുക്കാത്തതുകൊണ്ടാണ് അത് നിന്ന നിൽപ്പിൽ തന്നെ അങ്ങനെ നിന്നിട്ട് അത് കുരുടിച്ച് പോകുന്നത്. ഇതിലൊരു വെണ്ടയ്ക്കാണ് ഞാൻ വിത്തിന് നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. വെണ്ടയ്ക്ക വേഗം വിളവെടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് പോകും. അപ്പൊ നമുക്ക് 2 കിട്ടിയിട്ടുള്ളൂ വെച്ചെങ്കിൽ അതും നമുക്ക് മുറിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അടുത്ത ദിവസം നമുക്ക് 2-3 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു തോരനുള്ളതായി കിട്ടുകയും ചെയ്യും. ആദ്യം എല്ലാ ചുവന്ന വെണ്ടയ്ക്കാണ് ഞാൻ വിളവെടുക്കുന്നത്. എന്നിട്ട് വെണ്ടയ്ക്ക് പറ്റുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലകൾ ചുരുട്ടിയിട്ട് പുഴു വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിന് വേറിയ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് തെളിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ജൈവമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ മിശ്രിതമോ അതേപോലെ വെളുത്തുള്ളി മിശ്രിതമോ ഒക്കെ നമുക്ക് തെളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിന്റെ പുഴുശല്യം ഒഴിവാക്കാം. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കീടബാധ വരുന്ന സമയത്ത് ഒരു പുഴു ഉണ്ടാവുന്ന നമ്മൾ കണ്ടാൽ തന്നെ അപ്പം തന്നെ അതിനുള്ളിൽ നശിപ്പിക്കാൻ വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കീടനാശിനി തെളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ വെണ്ടയിലേക്കും പകരും. അപ്പോൾ എല്ലാതും ഒരുമിച്ച് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് നുള്ളി ഒഴിവാക്കാനാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കേണ്ട, നമ്മൾ വാങ്ങുകയും വേണ്ട, നമുക്ക് പണച്ചെലവും ഇല്ല. നമ്മളെ ചുവന്ന വെണ്ടയ്ക്കൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അധികം ചുവപ്പ് വെണ്ട ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ച വെണ്ടകളുണ്ട്, അതും കൂടി വിളവെടുക്കുകയാണ്. ചുവന്ന വെണ്ട ഞാൻ കറി വെക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഞാനൊരു അലങ്കാരത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളെ വീടിന്റെ മുൻവശത്ത് വെച്ചത്. ഇനി കളറൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതേപോലെ ഒരു പച്ചപ്പ് നമ്മളെ വീടിന്റെ മുൻവശത്ത് നിൽക്കാൻ എന്തൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിനൊക്കെ. നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കയറി വരുന്നവർക്കും ഒരു കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാണത്. കുറച്ചെണ്ണത്തിൽ മൂത്തിട്ടുണ്ട്. അത് നമുക്ക് സൂപ്പാക്കി എടുക്കാം. സൂപ്പാക്കുന്നതിന് വേണ്ടി ആദ്യം വേവിച്ചെടുത്തിട്ട് അത് പിണ്ടിൻ്റെ അടിച്ച് കളഞ്ഞാൽ മതി. നമുക്ക് അതിന്റെ സത്വമൊക്കെ കിട്ടുകയും ചെയ്യും. അത് നമുക്ക് ഓർഗാനിക്കുള്ള സാധനം നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ല. ഇനി കുറച്ചും കൂടി വെണ്ടയ്ക്കുണ്ട്, അത് കൂടി ഞാൻ ഒന്ന് വിളവെടുക്കട്ടെ. വെണ്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അത് നടേണ്ടത്. വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിൽ വളവും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതങ്ങനെ തണലത്ത് നിൽക്കുക തന്നെ ഉള്ളൂ. നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വാടി പോവുകയും ചെയ്യും.
ചട്ടികളിലും ഗ്രോ ബാഗിലൊക്കെ നടുമ്പോഴാണ് കേട്ടോ അത് പറയണത്. നിലത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നന തെറ്റിയാലൊന്നും പെട്ടെന്ന് കേടൊന്നും വരില്ല. എത്ര അധികം വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ കുറച്ചധികം വെണ്ടത്തൈകൾ വെച്ചിരുന്നാൽ നമുക്ക് ഒരേ പ്രായത്തിലുള്ള വെണ്ടയ്ക്ക പറിച്ചെടുക്കാം. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഒരു 5 6 കിട്ടിയിട്ടുള്ളെങ്കിലും കൂടി അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരനുള്ളതായി കിട്ടും. ഈ വെണ്ടയ്ക്ക ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. വിത്തിന് വേണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മഴ ഉള്ള സമയത്താണെച്ചെങ്കിൽ ഇതേപോലെ തന്നെ നിർത്തി കഴിഞ്ഞാൽ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് മുളയ്ക്കും. അപ്പൊ മഴക്കാലത്ത് വിത്തിന് നിർത്തുമ്പോൾ നമുക്കൊരു കവറൊക്കെ ഇട്ട് കെട്ടിയിട്ട് വേണം അതിനെ വിത്തിന് വേണ്ടി നിർത്താൻ. പിന്നെ വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മളത് പൊട്ടിച്ചെടുത്ത് ഉണക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒരിക്കൽ വെണ്ട നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇതുമ്പോൾ തന്നെ ധാരാളം വിത്തുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ചുവന്ന വെണ്ടയാണ്. അത് അധികം നീളം വെക്കാത്ത ലൈറ്റാണ്. പക്ഷെ നീളം വെക്കുന്ന മറ്റൊരു ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ മറ്റു ഹാർവെസ്റ്റിംഗ് സമയത്ത് നമുക്കത് കാണാം. ഒരു വെണ്ട ഉണ്ടായ ഒരു 100 വെണ്ട തൈകൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലേ, ഇതിനുള്ളിലൊക്കെ ഇനി നല്ല ഇഷ്ടം പോലെ വിത്തുകളാണ്. ഇല്ലേ, കുറെ തവണ വിളവെടുപ്പ് കഴിഞ്ഞതേപോലെ നമുക്കൊന്ന് ഫോൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നൊക്കെ പുതിയ പുതിയ ബ്രാഞ്ചസുകൾ നമുക്ക് ഉണ്ടായിട്ട് ഇനി ഒരുപാട് വെണ്ടയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ ബ്രാഞ്ചസിലൊക്കെ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു എളുപ്പ വഴികളാണ്. ഇതുപോലെ ഒരു 4 വെണ്ടയ്ക്ക പറിച്ചെടുത്താൽ തന്നെ നമുക്ക് സാമ്പാറിലേക്കും തോരനൊക്കെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും.